അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി പോയി. നേരത്തെ പൊതുതാൽപര്യ ഹർജി കോടതി തള്ളിയിരുന്നു. കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമാക്കുകയാണ് ബി.ജെ.പി. ഒപ്പം തന്നെ മദ്യനയ അഴിമതി കേസിൽ കൈലാഷ് ഗെഹ്ലോട്ടിനും ഇ.ഡി സമൻസ് അയച്ചിട്ടുണ്ട്. ഒപ്പം എ.പി. മുൻ മന്ത്രി സത്യേന്ദ്ര ജെയിനെതിരെ CBI അന്വേഷണത്തിന് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ട സാഹചര്യവുമുണ്ട്. തട്ടിപ്പ് കേസിലെ പ്രതിക്ക് ജയിലിൽ സൗകര്യം ഒരുക്കുന്നതിന് പണം കൈപ്പറ്റിയെന്ന കേസിലാണ് ഇത്തരത്തിൽ അന്വേഷണം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ആദ്യമായി ഈ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കെജ്രിവാളിനെ നീക്കണം എന്നാവശ്യപ്പെട്ട് വീണ്ടും ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി പോയ സാഹചര്യമുണ്ടല്ലോ. ഒരുപക്ഷെ രാഷ്ട്രപതി ഭരണത്തിനെതിരെ ശുപാർശ പോയേക്കാമെന്ന സൂചനകളും ഉണ്ടായിരുന്നു. എന്താണ് ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? ലക്ഷ്മി, മദ്യനയ അഴിമതിയുമൊപ്പം ആം ആദ്മി നേതാക്കൾ നടത്തിയിട്ടുള്ള അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് അനധികൃത ഇടപെടലുകൾ, കള്ളപ്പണ ഇടപാടുകൾ ഇവ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഓരോ ദിവസവും പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. മദ്യനയ അഴിമതിയിൽ അറസ്റ്റിലായിട്ടുള്ള ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലുള്ള അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഇപ്പോൾ ഒരു ഹർജി ഡൽഹി ഹൈക്കോടതിക്ക് മുൻപിലേക്ക് വന്നിട്ടുള്ളതാണ്. സമാനമായ ഹർജി ഉന്നയിച്ചുകൊണ്ടുള്ള പൊതു താൽപര്യ ഹർജി കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. ഈ വിഷയത്തിൽ കോടതി ഇടപെടേണ്ട ഒരു ആവശ്യമില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ആ പൊതു താൽപര്യ ഹർജി നൽകിയിട്ടുള്ളത്. എന്നാൽ പുതിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയും അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ തുടരുന്നത് കൊണ്ട് തന്നെ ചില ഭരണ നിർവഹണത്തിന് തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പൊതുജനങ്ങളെ ബാധിക്കുന്നുണ്ട്, പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളെ ബാധിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പുതിയൊരു ഹർജി ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത് ഏത് തരത്തിലായിരിക്കും കോടതി നിരീക്ഷിക്കുക, കേസിൽ വാദം കേൾക്കുമോ എന്നുള്ളത് ഏറെ നിർണായകമാകും. ഒപ്പം അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യതലസ്ഥാനത്ത് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. കള്ളപ്പണ ഇടപാട് കേസിൽ, അഴിമതി കേസിൽ, ജനങ്ങളെ വഞ്ചിച്ച കേസിൽ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത ഒരാൾക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ സാധിക്കുക? ജനങ്ങളെ സേവിക്കാൻ യാതൊരു തരത്തിലും, അല്ലെങ്കിൽ ജനങ്ങളുടെ സേവനം നൽകാൻ യാതൊരു തരത്തിലും അരവിന്ദ് കെജ്രിവാളിന് സാധിക്കില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണം, അതുവരെ പ്രതിഷേധം തുടരും എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് BJPയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഡൽഹിയിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്ക് മുൻപിലേക്ക് നടന്നിട്ടുള്ള പ്രതിഷേധ പ്രകടനം അക്രമാസക്തമായിരുന്നു. പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഒപ്പം കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെയും ഡൽഹിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ആം ആദ്മിയുടെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. നാളെ ഡൽഹിയിൽ രാംലീല മൈതാനിയിൽ കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷ മുന്നണിയുടെ ഒരു പ്രതിഷേധ റാലി നടക്കുന്നുണ്ട്. ആം ആദ്മി, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ഈ പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കും. അതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്നുള്ളത് വർഷങ്ങൾക്ക് മുൻപ് ഈ മദ്യനയ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ട്. അരവിന്ദ് കെജ്രിവാളാണ് ഈ അഴിമതി നടത്തിയത്, വിശദമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ആയിരുന്നു ആദ്യം ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകിയിരുന്നത്. എന്നാൽ അതേ കോൺഗ്രസ് ഇന്ന് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കേന്ദ്ര സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിലൊരു ആയുധമാക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ചുകൊണ്ട് ആം ആദ്മിക്കൊപ്പം നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഒരു പ്രതിഷേധ മാർച്ച്, പ്രതിഷേധ റാലി നാളെ രാംലീല മൈതാനിയിൽ നടക്കുന്നത്. മദ്യനയ അഴിമതി കേസിൽ നിയമ നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമാക്കുന്നു. ഇപ്പോൾ രണ്ടാം തവണയാണ് ഇപ്പോൾ ഇഡിയുടെ കസ്റ്റഡിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ വിട്ടുകിട്ടുന്നത്. ഈ കൂടുതൽ നേതാക്കൾ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. കൈലാഷ് ഗെഹ്ലോട്ടിനും ഇ.ഡി സമൻസ് അയച്ചത് ഈ അന്വേഷണം പുരോഗതിയുമായി ബന്ധപ്പെട്ട കൈലാഷ് ഗെഹ്ലോട്ടിന് ഇ.ഡി സമൻസ് അയച്ചൊരു സാഹചര്യം ഉണ്ടല്ലോ. ലക്ഷ്മി, തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് അഴിമതി പണം ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ഗോവയിൽ, അതായത് ഈ അഴിമതി പണമായി ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് 45 കോടി രൂപ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആം ആദ്മി വിനിയോഗിച്ചു എന്ന് കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗോവയിൽ ആം ആദ്മിയുടെ പാർട്ടി പ്രസിഡന്റൊപ്പം മറ്റ് നേതാക്കൾ, കൂടാതെ ആം ആദ്മിയുടെ മറ്റ് നേതാക്കളെയും ഈ അഴിമതിയിൽ പങ്കുള്ളവരെയും എല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുകയാണ്. ഒപ്പം മറ്റ് ഇടപാടുകൾ, ആം ആദ്മി നേതാക്കൾ നടത്തിയിട്ടുള്ള അനധികൃത ഇടപെടലുകൾ സംബന്ധിച്ചും വിശദമായ അന്വേഷണം ഏജൻസികൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ മറ്റൊരു കള്ളപ്പണ കേസിൽ അറസ്റ്റിലായി ഇപ്പോൾ തിഹാർ ജയിലിൽ കഴിയുന്ന സത്യേന്ദ്ര ജെയിനെതിരെ മറ്റൊരു ഗുരുതരമായ കേസ് കൂടി CBI അന്വേഷണത്തിന് ഒരുങ്ങുകയാണ്. അതിന് ഉത്തരവ് ഇന്നലെ രാത്രിയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതായത് ജയിൽ വകുപ്പിന്റെ കൂടി ചുമതലയുണ്ടായിരുന്ന സത്യേന്ദ്ര ജെയിൻ തിഹാർ ജയിലിൽ ഒരു തട്ടിപ്പ് കേസിലെ പ്രതിക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 10 കോടി രൂപ കൈപ്പറ്റി എന്നുള്ളതാണ്
എന്നുള്ളതാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ വെച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ആ കേസിനും ഇപ്പോൾ സത്യേന്ദ്ര ജെയിനെതിരെ അന്വേഷണം നടത്താൻ CBIക്ക് ഉത്തരവിട്ടുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ അഴിമതിക്കെതിരെ കുറ്റിച്ചൂലെടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആം ആദ്മി എന്ന പാർട്ടിയും അതിൻ്റെ നേതാക്കളും കഴിഞ്ഞ വർഷങ്ങളിൽ ഭരണത്തിൻ്റെ തണലിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും അനധികൃത ഇടപെടലുകളും നടത്തി എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികളുടെ നടപടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ലക്ഷ്മി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.